ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർമാനമായിട്ട് ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടി പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 63-ാം സങ്കീർത്തനം അതിൻ്റെ ഹല്ലേലൂയ 1-2 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവം, അന്ത്യകാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിനോ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഇത്. ഹല്ലേലൂയ ഇവിടെ എഴുതുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഇതൊരു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവമേ, നീ എൻ്റെ ദൈവം. നമുക്ക് പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവമേ, നീ എൻ്റെ ദൈവമാണ്. നീ എൻ്റെ ദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ഹല്ലേലൂയ. അതികാലത്ത് ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലരും 10-11 മണി വരെ കിടന്നുറങ്ങുമ്പോഴും ഈ ഭക്തൻ പറയുകയാണ്, ഞാൻ അതികാലത്ത് എൻ്റെ ദൈവത്തെ അന്വേഷിക്കും. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ ഹല്ലേലൂയ അതിരാവിലെ കല്ലറയ്ക്ക് പോയ സഹോദരിമാരെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുക്കിയ സുഗന്ധവർഗവുമായി അതിരാവിലെ അവർ കല്ലറയ്ക്കൽ പോയി. എന്തിനാ? കർത്താവിനെ ഒന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശരീരത്തിൽ ഈ ഹല്ലേലൂയ ഈ ഒരുക്കിയ സുഗന്ധവർഗം ഒന്ന് പൂശണം. ഹല്ലേലൂയ. അവരെ കർത്താവിനെ ക്രൂശിച്ച് അടക്കം ചെയ്ത സമയത്ത് തന്നെ ഈ സുഗന്ധവർഗം ഒരുക്കി വെച്ചതാ പ്രിയമുള്ളവരെ. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതിരാവിലെ ഹല്ലേലൂയ അവർ കടന്നു പോകുവാൻ കാരണം എൻ്റെ നാഥനെ ഒന്ന് കാണണം. ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. അവിടെ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ഈ സുഗന്ധവർഗം ആ കർത്താവിൻ്റെ ശരീരത്തിലൊന്ന് ഒഴിക്കണം. ദൈവത്തിന് എത്ര പേർക്ക് ഹല്ലേലൂയ ആ ഒരു ദൈവത്തിന് സ്തോത്രം ഒരു വാഞ്ചയുണ്ട്? എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം, കർത്താവുമായിട്ട് ഒന്ന് ഇരിക്കണം, ഒന്ന് ആരാധിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം, ആലയത്തിലൊന്ന് കടന്നു പോകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും ആരാധന വേണ്ട പ്രിയമുള്ളവരെ. ഞായറാഴ്ച രാവിലെയൊക്കെ ആയാലും എഴുന്നേൽക്കുവാൻ മനസ്സില്ലാതെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന പലരെയും നമ്മൾ ഇന്ന് കാണുകയാണ്. ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ കൂട്ടായ്മ വേണ്ട. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് ലോകം കടന്നു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ വന്ന് പ്രതിസന്ധിയുടെ നടുവിലാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദാഹിക്കുന്ന ഒരു ദാഹമാണ് സങ്കീർത്തനക്കാരൻ്റെ. എനിക്ക് നിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് കടന്നു വരണം. പ്രതിസന്ധിയാണ്, ഒത്തിരി പ്രശ്നമാണ്, വെള്ളമില്ല, വരണ്ട ദേശമാണ്, മരുഭൂമിയുടെ അവസ്ഥയാണ്. എന്നാലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തെ അന്വേഷിക്കുന്ന ആരാധിക്കുന്ന ദൈവ പൈതലെ നിന്നെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട്? പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിൻ്റെ നടുവിലും ഭാരത്തിൻ്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ അന്വേഷിപ്പാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ ഒന്ന് അന്വേഷിക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി. എന്താ അവിടെ വെള്ളമില്ലാതെ ഉറങ്ങി വരേണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നിട്ട് താഴോട്ട് പറയുന്നു, അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കി. എവിടാ? ആ വിശുദ്ധ മന്ദിരത്തിൽ, ആലയത്തിൽ കടന്നുപോയി കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന്. ആലയത്തിലെ ആ സന്തോഷം നമുക്കൊന്ന് സങ്കീർത്തനം ഒത്തിരി അടുത്ത് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആലയത്തിലെ ആ സന്തോഷത്തെ, ആ മഹത്വത്തെയും കുറിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന്
കടന്നു എന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, വിശുദ്ധ ദിവസം നമ്മൾ ആലയത്തിലൊന്ന് കടന്നിയല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറാകുക. നമ്മളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമുക്കറിയാം 92-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീതിമാൻ പല പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രകാരങ്ങളിൽ തഴയ്ക്കുമെന്ന്. ആരാ തഴയ്ക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ. നടുതലയെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ദൈവത്തിന് സ്തോത്രം ഇമ്പോർട്ടൻ്റ് ആയവർ ദേവാലയത്തിൽ അവരാ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ തഴയ്ക്കുന്നത്. എന്നിട്ട് താഴെ പറയുന്ന വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പച്ച വെച്ചും ദൈവത്തിന് സ്തോത്രം അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു വിരിക്കുമെന്ന്. പച്ച പിടിച്ചു വിരിക്കും. ആരാ? വാർദ്ധക്യം വന്നാലും നര വന്നാലും അവർ ഫലം കായ്ക്കുമെന്ന്. അവരെവിടാ? ദൈവത്തിൻ്റെ ആലയത്തിൽ. അവരെ നടുതലയായവരാ. ആലയത്തിൽ കടന്നു പോകുന്നവരെ ആരാധിക്കുന്നവർ, അവിടെ നടുതലയായവർ, അവിടെ ഹല്ലേലൂയ ഇമ്പോർട്ടൻ്റ് ആയി ഹല്ലേലൂയ ആലയത്തിൽ നിൽക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്ന് ആലയത്തിൽ നടുതലയായവർ. എന്നിട്ട് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പച്ച പിടി വെച്ചും പുഷ്ടി വെച്ചും പച്ച പിടിച്ചു വിരിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. ആലയത്തിലെ നന്മ അനുഭവിക്കുന്നവർ, ആലയത്തിലെ തൃപ്തി അനുഭവിക്കുന്നവർ ഒത്തിരി അടുത്ത് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും നീ ഒന്ന് കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. ശക്തനാ. 27-ാം സങ്കീർത്തനത്തിൽ എന്തുവാ പറയുന്നത്? നമുക്കറിയാവുന്ന സങ്കീർത്തനം 27-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുക, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഞാൻ യഹോവയോട് കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഗ്രപ്തം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇവിടെ വളരെ ആഗ്രഹത്തോട് വാഞ്ചയോട് ദൈവത്തോട് ഹല്ലേലൂയ അപേക്ഷിക്കുക. ദാവീദ് എന്താ അപേക്ഷിക്കുന്നത്? എനിക്ക് നിൻ്റെ മനോഗ്രപ്തം ഒന്ന് കാണണം, നിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സക്കീന ഹല്ലേലൂയ ആ മനോഗ്രത്വം എനിക്കൊന്ന് കാണണം. അത് തന്നെയല്ല, നിൻ്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിക്കണം. യഹോവയുടെ മനോഗ്രത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തനായ ദാവീദ് എന്നിട്ട് പറയുക, അങ്ങനെയുള്ളവനെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അനർത്ഥം വന്നാൽ നമ്മളെ ഒളിപ്പിച്ച് വയ്ക്കുമെന്ന്, പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ ഒളിപ്പിച്ച് വയ്ക്കുമെന്ന്. ആലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അവനെ അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, പാറമേൽ ഉയർത്തും. അത് കഴിഞ്ഞ് ഒരു ഉയർപ്പുണ്ട് പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. ഉയർത്തുന്ന ദൈവമാ, നമ്മളെ മാനിക്കുന്ന ദൈവമാ, നമ്മളെ കരുതുന്ന ദൈവമാ. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഹല്ലേലൂയ. അന്ത്യകാലത്തെ വെള്ളമില്ലെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും ദൈവസന്നിധിയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടി വെച്ച് വിരിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് ഉണങ്ങിപ്പോകത്തില്ല, വാടിപ്പോകത്തില്ല. വാർദ്ധക്യം വന്നാലും നീ വാടത്തില്ലെന്ന്, നര വന്നാലും വാടത്തില്ല. നിന്റെ കാലുകൾക്ക് ദൈവം ശക്തി തരുമെന്ന്. അതുകൊണ്ട് 18-ാം സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മതിൽ ചാടി കടക്കുമെന്ന്. കടക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആ വലിയ ശക്തി എൻ്റെ മേൽ തമ്പുരാൻ പകരുമെന്ന്. ആലയത്തിലെ അനുഗ്രഹം. ആലയത്തിൽ കടന്നുപോയി അല്പസമയം ദൈവസന്നിധി ഇരുന്നാൽ ദൈവത്തിന് സ്തോത്രം തമ്പുരാൻ നമ്മളെ ഉയർത്തുമെന്ന്, മാനിക്കുമെന്ന് മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ ഹല്ലേലൂയ ഈ വാക്യങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാം, ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുന്നവനാണോ? ദൈവത്തിന് സ്തോത്രം. എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ച് തരിക. കർത്താവേ, സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിച്ച് എല്ലാ ദിവസവും ആഴ്ചയിലും കടന്നുപോയി ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ
എന്നെ തന്നെ ഏൽപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ പ്രിയമുള്ളവരെ? നമ്മെ വയ്ക്കുന്ന ഒരുവനുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരുവനുണ്ട്. സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. പരിശുദ്ധ കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യണം, വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്ന വചനം പറയുവാൻ സ്വർഗം ഭാഗ്യം തോന്നുന്നില്ല. വലിയ വിടുതൽ ഞങ്ങളുടെ മധ്യ അയക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.